നമസ്കാരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നുമാണ് വി.ഡി. സതീശൻ UDFനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥികൾ പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രമുഖ നേതാക്കന്മാർ മത്സരിക്കുമോ ഇല്ലയോ എന്നുപോലും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സീറ്റുകളുടെ പേരിൽ അല്ലെങ്കിൽ സീറ്റിനു വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലടിയാണ്. പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോഴും ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ തർക്കം കോൺഗ്രസിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടാം നിര നേതാക്കന്മാരല്ല തമ്മിലടിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം തന്നെയാണ് തമ്മിലടിക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇതിൽ അതൃപ്തി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് താൻ മത്സരിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച മട്ടാണ്. എന്നാൽ കെ സുധാകരനെ അടക്കമുള്ള ഉന്നത നേതാക്കന്മാരെ ഒതുക്കാനായി MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു വിഭാഗം നേരത്തെ തന്നെ പാർട്ടിയിൽ ഗൂഢാലോചന നടത്തിയിരുന്നു. എന്നാൽ ആ ഗൂഢാലോചന പൊളിക്കാനായിട്ടാണ് കെ സുധാകരനും അടൂർ പ്രകാശും അടക്കമുള്ളവർക്ക് മത്സരിച്ച് തീരൂ എന്ന നിലപാടിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. MP-മാർക്ക് മത്സരിക്കാൻ അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർ ദില്ലിയിൽ കൂട്ടയടി തുടരുകയാണ്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ തന്നെ കെ സുധാകരൻ പത്രിക സമർപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ കേരള ഹൗസിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെത്തി അദ്ദേഹത്തിൻ്റെ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള പണമടച്ച് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ നിന്നുള്ള നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പത്രിക സമർപ്പിക്കുന്നതിനാവശ്യമായ രേഖകളെല്ലാം സുധാകരൻ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അതെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി സുധാകരൻ ദില്ലിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ താമസിക്കുകയാണ്. എന്നാൽ ഹൈക്കമാൻഡുമായി അദ്ദേഹം നേരിട്ട് യാതൊരു ആശയവിനിമയവും നടത്തുന്നുമില്ല. മത്സരിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വഴങ്ങലിനും കെ സുധാകരൻ തയ്യാറാകുന്നുമില്ല. ദില്ലിയിൽ വെച്ച് BJP നേതാക്കളെ സുധാകരൻ കൂടിക്കാണുമോ എന്നൊരാശങ്കയും ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് ഘടകം പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ 3-ാം മണിക്കൂറിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രമുഖ നേതാക്കന്മാരുടെ സുധാകരനെ പോലെയുള്ള പ്രമുഖ നേതാക്കന്മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് ഇതുവരെയും പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് MP-മാർ കേരളത്തിൽ മത്സരിക്കാനായി കടിപിടി കൂടുന്നത് എന്ന് ചോദിച്ചാൽ ശശി തരൂർ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തൻ്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു വക്കിലാണ്. അതിൻ്റെ കാരണം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേയുടെ വിവരങ്ങൾ അത് ഇതുവരെയും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എങ്കിലും ആ വിവരങ്ങൾ ലീക്കായിട്ടുണ്ട്. ആ വിവരങ്ങൾ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സംസ്ഥാനത്ത് UDF തരംഗം എന്ന് തന്നെയാണ്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. ആ സമയത്ത് UDFന് ഭൂരിപക്ഷം ലഭിക്കും. അങ്ങനെ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മന്ത്രിസഭയ്ക്കുള്ള സാധ്യത മുഖ്യമന്ത്രി ആയില്ലെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തട്ടിയെടുക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് MP-മാർ. ഇത് ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അതായത് ദില്ലിയിൽ ഈ MP-മാർക്ക് വലിയ റോളുകളൊന്നുമില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾക്കും പാർലമെൻറ്റിൽ കാണിക്കുന്ന പക്വതയില്ലാത്ത പ്രവൃത്തികൾക്കുമൊക്കെ കൈയടിച്ചു കൊടുക്കുക, അവിടെ ഇരുന്ന് വെറുതെ ബഹളമുണ്ടാക്കുക, BJP നേതാക്കളുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുക, ഇതൊക്കെയായിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ ഒരു ധർമ്മം. എപ്പോഴായാലും പാർലമെൻറ്റിൽ ബഹളമുണ്ടായി MP-മാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അപ്പോഴെല്ലാം ആ സസ്പെൻഷൻ ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരുണ്ടാകും. എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ പോയി ബഹളമുണ്ടാക്കുക, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ബഹളമുണ്ടാക്കുക, ഇതാണ് കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഇപ്പോഴത്തേത്. അല്ലാതെ രാഷ്ട്രീയ ഭാവി ആരും തന്നെ കാണുന്നില്ല. കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ ഇടക്കാലത്തെങ്ങും വരും എന്ന് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഈ നിരാശയാണ് ഇപ്പോൾ MP-മാരെ കേരളത്തിൽ
മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അടുത്ത UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവിയോ ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ MP-മാർ അടക്കം കേരളത്തിൽ മത്സരിക്കാൻ കടുപിടി കൂടുന്നത്. ഇതാണ് കോൺഗ്രസിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിടിപ്പുകെട്ട കേന്ദ്ര നേതൃത്വമാണ് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മൂല കാരണം അവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ കഴിയാതെ കേരളത്തിൽ UDF വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.